ഞാൻ പറഞ്ഞുതരാം, നീ ചെയ്യൂലേ? ചിലവര് ഈടുന്ന് ഇങ്ങനെ മുറിച്ചിട്ടേ കത്രി കൊണ്ട് മുറിച്ചാൽ മതി തോന്നുന്നു. ഈടുന്ന് ഇങ്ങനെ മുറിച്ചിട്ടേ ഈടുന്ന് ഇങ്ങനെ മുറിക്കുന്നുണ്ട്. അല്ലെങ്കിൽ താരേച്ചലും പറഞ്ഞ ഇത് ഈടുന്ന് ഈ ചിറകിന്റെ ഈ വശമില്ലേ സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഫുൾ അരിഞ്ഞിട്ട് ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും തുണി കൊണ്ട് കൈ കൊണ്ട് പിടിച്ച്. പിന്നെ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടും സംഭവം ക്ലീൻ ചെയ്ത് കിട്ടാത്തതുകൊണ്ട് ആൾ അതേ മീൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി. ഇവിടെയാണല്ലോ നമ്മൾ നിർത്തിയതല്ലേ. ഞാൻ അത് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ 5-6 പ്രാവശ്യം യൂട്യൂബിലൊക്കെ നോക്കി ഇതെങ്ങനെയാ ക്ലീൻ ചെയ്യാന്നൊക്കെ. പിന്നെ ശരത്തേട്ടന്റെ വൈഫ് താരേച്ചിക്ക് ഇത് അത്യാവശ്യം വെച്ച് ശീലമുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെയും വിളിച്ച് ചോദിച്ചു ഇതെങ്ങനെ ക്ലീൻ ചെയ്യാന്ന്. ചേച്ചി പറഞ്ഞ ടിപ്പാണ് കേട്ടോ ഇത്. ഒരു കോട്ടൺ തുണി ഒടിച്ച് അതിന്റെ തൊലി പിടിച്ച് വലിച്ചാൽ അത് ഈസി ആയിട്ട് ഇളകി വരുന്നു. ചേച്ചി ആ വലിയ മീനില്ലേ മുഷി, അത് മാത്രം ക്ലീൻ ചെയ്തൊന്ന് പോയിട്ടാ. അപ്പേക്കാക്ക് സമയമായി എന്ന് പറഞ്ഞ ആള് സ്ഥലം വിട്ടു. ഒന്നതിന് മുമ്പ് ഞാൻ ആ ജീവനിലെ ഒന്ന് കൊന്നതാ, ബാക്കി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞോണ്ട് ആൾ അതിനെ കൊന്നു തന്നിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള മീനൊക്കെ ഞാൻ ഒരു 1.5 മണിക്കൂർ എടുത്ത് കഷ്ടപ്പെട്ട് വൃത്തിയാക്കി എടുത്തിട്ട് അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോക്ക് ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സിങ്കും കത്രികയും കത്തിയും പിന്നെ എന്താ കട്ടിംഗ് ബോർഡും എല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോക്ക് സമയം ഒരു വകയായിട്ടുണ്ടായിരുന്നു. പോയ ആൾ തിരിച്ചു വരാനും ആയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിനെങ്കിലും ഈ മീൻ എങ്ങനെ വെക്കണം എന്നില്ല ധാരണയൊന്നും എനിക്കില്ല. ഏത് മീൻ കറി വെച്ചാലാണ് സൂപ്പർ ഉണ്ടാവാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ചെറിയ മീനെടുത്ത് ഞാൻ കറിയും വെച്ച് വലിയ മീനെടുത്ത് പൊരിക്കുകയും ചെയ്തു. അങ്ങനെ ആൾ വരുന്നതിന് മുമ്പ് എൻ്റെ മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ടായിന് കേട്ടാ.